പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്നെനിക്ക് നിങ്ങളോട് പ്രസംഗിക്കാൻ കിട്ടിയിരിക്കുന്ന വിഷയം ബാലനായ ദാവീദ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്കൊരു ചെറിയ ചോദ്യം: ഒരു ബാലന് ഒരു വൻപടയാളിയെ ജയിക്കാൻ കഴിയുമോ? ലോകം പറയും ഇല്ല, എന്നാൽ ബൈബിൾ പറയുന്നു അതെ, ദൈവത്തോടൊപ്പം ഉണ്ടെങ്കിൽ സാധിക്കും. ബാലനായ ദാവീദിന്റെ ജീവിതമാണ് ഈ സത്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. ദാവീദ് ചെറുതായിരുന്നു, പക്ഷെ അവന്റെ ദൈവം വലിയവനായിരുന്നു. ദാവീദിന് പടച്ചട്ട ഇല്ലായിരുന്നു, പക്ഷെ അവന് വിശ്വാസമുണ്ടായിരുന്നു. ദാവീദ് തന്റെ ശക്തിയിലല്ല, ദൈവശക്തിയിൽ ആശ്രയിച്ചു. അതുകൊണ്ടാണ് അവൻ ഗോലിയാത്തിനെ വീഴ്ത്തിയത്. ഗോലിയാത്ത് ദിവസേന വന്നു വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ദൈവം എവിടെ? ഇസ്രായേൽ പട്ടാളം മുഴുവൻ ഭയന്നു വിറച്ചു. എന്നാൽ ദാവീദ് ഭയപ്പെട്ടില്ല. എന്തുകൊണ്ട്? സങ്കീർത്തനം 56:3 പറയുന്നു, ഞാന് ദൈവത്തില് മഹത്വപ്പെടും, ഞാന് ദൈവത്തിൽ ആശ്രയിച്ചു, ഞാന് ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാന് കഴിയും? ദാവീദ് ഈ വചനം പോലെ ജീവിച്ചു. അവൻ ഗോലിയാത്തിന്റെ ജഡത്തെ നോക്കിയില്ല, അവൻ ജീവനുള്ള ദൈവത്തെ നോക്കി. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നാത്തിയോസ് നൂറോനോ പറയുന്നു, ദൈവത്തെ കണ്ടെത്തിയ ഹൃദയം ലോകത്തെ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. ദാവീദിന്റെ ഹൃദയം ദൈവത്തെ കണ്ടെത്തിയിരുന്നു. ദാവീദിന്റെ ജീവിതത്തിലെ മറ്റൊരു പ്രധാന പാഠം അനുസരണമാണ്. അവൻ തന്റെ പിതാവ് യേശയ്യെ അനുസരിച്ചു. അവൻ തന്റെ ആടുകളെ സൂക്ഷിച്ചു. അവൻ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നു. അവൻ രാവിലെ തന്നെ ആടുകളെ മേച്ചിൽ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവൻ രാത്രിയിൽ ആടുകൾക്ക് വേണ്ടി ജാഗ്രത കാത്തു. ഒരു സിംഹമോ കരടിയോ വന്നപ്പോൾ അവൻ ഓടിപ്പോയില്ല, അവൻ അവയോട് പൊരുതി. എന്തുകൊണ്ട്? കാരണം അവന്റെ പിതാവ് അവനെ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്നു. ലേവ്യ പുസ്തകം 19:32 പറയുന്നു, വൃദ്ധനായ നരച്ചവന്റെ മുമ്പിൽ എഴുന്നേൽക്കുകയും വൃദ്ധനെ ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം. ദാവീദ് തന്റെ പിതാവിനെയും തന്റെ ദൈവത്തെയും ഭയപ്പെട്ടു. അതുകൊണ്ടാണ് ദൈവം അവനെ അനുഗ്രഹിച്ചത്. അലക്സാണ്ട്രിയയിലെ വിശുദ്ധ അത്താനാസിയോസ് പറയുന്നു, അനുസരണമാണ് സ്വർഗത്തിലേക്കുള്ള പടി. ദാവീദ് അനുസരണം പഠിച്ചു, അതുകൊണ്ട് ദൈവം അവനെ രാജ്യത്തിലേക്ക് ഉയർത്തി. പ്രിയ കുട്ടികളെ, നമ്മുടെ ജീവിതത്തിലും നമുക്ക് ചെറിയ ഉത്തരവാദിത്വങ്ങളുണ്ട്. പഠനം, വീട്ടിലെ സഹായം, സഭയിലെ ശുശ്രൂഷ, ചെറിയ കാര്യങ്ങളിൽ സത്യസന്ധത. ഇവ ചെറുതായി തോന്നാം, എന്നാൽ ദാവീദിനെ ഓർക്കുക, അവന്റെ ചെറിയ ഇടയജോലി അവനെ വലിയ രാജാവാക്കി. നിങ്ങളുടെ ചെറിയ വിശ്വസ്തത നിങ്ങളെ വലിയവരാക്കും. ആരും കാണാത്ത സ്ഥലത്ത് നിങ്ങൾ ചെയ്യുന്ന നന്മ ദൈവം കാണുന്നു. ഗോലിയാത്ത് ദാവീദിനെ നോക്കി ചിരിച്ചു. നീ ഒരു കുട്ടി, ഞാനോ ഒരു യോദ്ധാവ് എന്ന് അവൻ പറഞ്ഞു. എന്നാൽ ദാവീദ് അവനോട് പറഞ്ഞു, നീ വാളും കുന്തവും കൊണ്ടുവരുന്നു. ഞാനോ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വരുന്നു. 1 ശമൂവേൽ 17:47 പറയുന്നു, യുദ്ധം ദൈവത്തിനുള്ളത്. ദാവീദ് ഒരു കല്ല് എടുത്തു. അത് ചെറുതായിരുന്നു, എന്നാൽ ദൈവത്തിന്റെ കയ്യിൽ ചെറിയ കാര്യങ്ങൾ വലിയ വിജയങ്ങളായി മാറുന്നു. കല്ല് പറന്നു, അത് ഗോലിയാത്തിന്റെ നെറ്റിയിൽ തറച്ചു. വൻപടയാളി നിലംപതിച്ചു. ആ ദിവസം ദാവീദ് വാൾ ഉപയോഗിച്ചില്ല, അവൻ വിശ്വാസം ഉപയോഗിച്ചു. സങ്കീർത്തനം 20:7 പറയുന്നു, ചിലര് രഥങ്ങളിലും ചിലര് കുതിരകളിലും ആശ്രയിച്ചു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തില് പ്രബലപ്പെടും. ദാവീദ് കുതിരകളിലോ രഥങ്ങളിലോ ആശ്രയിച്ചില്ല, അവൻ ദൈവനാമത്തിൽ ആശ്രയിച്ചു. പ്രിയ കുട്ടികളെ, നിങ്ങളും ദൈവനാമത്തിൽ ആശ്രയിക്കുക. നിങ്ങൾക്ക് വലിയ പണമോ ശക്തിയോ ആവശ്യമില്ല, വിശ്വാസം മാത്രം മതി. അലക്സാണ്ട്രിയയിലെ വിശുദ്ധ കൂറിലോസ് പറയുന്നു, വിശ്വാസത്തിന്റെ കണ്ണുകൾക്ക് അസാധ്യമായ കാര്യങ്ങളില്ല. ദാവീദ് വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് ഗോലിയാത്തിനെ കണ്ടില്ല, അവൻ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് ദൈവത്തെ കണ്ടു. നമ്മുടെ ജീവിതത്തിലും ഗോലിയാത്തുമാർ ഉണ്ട്. ചിലപ്പോൾ അത് ഒരു ഭയമാണ്, ചിലപ്പോൾ ഒരു പരീക്ഷയാണ്, ചിലപ്പോൾ നമ്മെ വേദനിപ്പിക്കുന്ന ഒരു വാക്കാണ്. പക്ഷേ നമുക്ക് ദാവീദിനെ പോലെ ആകാം. നമുക്ക് നമ്മുടെ കവണ എടുക്കാം, അത് നമ്മുടെ പ്രാർത്ഥനയാണ്. നമുക്ക് നമ്മുടെ കല്ലുകൾ എടുക്കാം, അത് നമ്മുടെ നന്മ, സ്നേഹം, ക്ഷമ, ധൈര്യം, വിശ്വാസം. ദൈവത്തിന്റെ നാമത്തിൽ അവ ഉപയോഗിക്കുക, അപ്പോൾ നിങ്ങളുടെ ഗോലിയാത്തും വീഴും. ആവർത്തനം 20:4 പറയുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്കു വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്ത് നിങ്ങളെ രക്ഷിപ്പാന് നിങ്ങളോടുകൂടെ വരുന്നു. ഈ വചനം ദാവീദിന് നിവൃത്തിയായി, അത് നിങ്ങൾക്കും നിവൃത്തിയാകും. അന്ത്യോക്യയിലെ വിശുദ്ധ സേവേറിയോസ് പാത്രിയർക്കീസ് പറയുന്നു,
ചെറിയ ദാവീദ് വലിയ ഗോലിയാത്തിനെ വീഴ്ത്തിയത് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയായിരുന്നു. നിങ്ങളുടെ ചെറിയ വിജയങ്ങളും ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാകട്ടെ. അവസാനമായി പ്രിയ കുട്ടികളെ, ദാവീദ് രാജാവായി. എന്നാൽ അവൻ തന്റെ ബാല്യത്തെ മറന്നില്ല. അവൻ എപ്പോഴും താൻ ഒരു ഇടയബാലനായിരുന്ന കാലത്തെ ഓർത്തു. അവൻ എപ്പോഴും താഴ്മയുള്ളവനായിരുന്നു. സങ്കീർത്തനം 130:1 പറയുന്നു, കർത്താവേ, എന്റെ ഹൃദയം നിഗളിച്ചില്ല, എന്റെ കണ്ണുകൾ ഉന്നത ഭാവം കാണിച്ചുമില്ല. എന്റെ സ്ഥിതിക്കപ്പുറമായ വന കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ടതുമില്ല. അതെ, ദാവീദ് എപ്പോഴും എളിമയുള്ള ഹൃദയം സൂക്ഷിച്ചു. നിങ്ങളും അങ്ങനെ ചെയ്യുക. വിജയിക്കുമ്പോൾ അഹങ്കരിക്കരുത്, വീഴുമ്പോൾ നിരാശപ്പെടരുത്. ദാവീദിനെ പോലെ എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുക, എപ്പോഴും ദൈവത്തെ സ്തുതിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമീൻ. ജയ് ക്രൈസ്റ്റ്.